എല്ലാ കുട്ടികൾക്കും ഫ്ലൂയിഡ് മെക്കാനിസം മെഷീനറിയുടെ തേർഡ് മൊഡ്യൂളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട ചില ഇക്വേഷൻസും ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില പ്രോബ്ലംസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലങ്ങളും ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രോബ്ലമാറ്റിക് നോട്ടും തിയറി നോട്ടും വേണമെന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. അപ്പൊ നമ്മൾക്ക് അറിയാം ഡിസ്ചാർജ്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഡിസ്ചാർജിന്റെ ബേസിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് ക്യൂ ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇത് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കണ്ടീഷൻ ആകുമ്പോൾ ഡിസ്ചാർജ് ഈക്വൽ ടു പൈ ഇൻറ്റു D1 B1 ഇൻറ്റു VF1 വരും, അല്ലെങ്കിൽ പൈ ഇൻറ്റു D2 B2 ഇൻറ്റു VF2 എന്ന് വരും. അപ്പൊ എന്താണ് D1 അല്ലെങ്കിൽ D2? D1 അല്ലെങ്കിൽ D2 എന്ന് പറയുന്നത് ഇംപെല്ലറിന്റെ ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും ഡയാമീറ്ററിലെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ B1 B2 എന്ന് പറയുന്നത് ഇംപെല്ലറിന്റെ ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും ഇംപെല്ലറിന്റെ വിഡ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ VF1 VF2 എന്ന് പറയുന്നത് ഇംപെല്ലറിലെ ഇൻലെറ്റും ഔട്ട്ലെറ്റും വെലോസിറ്റികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പൈ ഇൻറ്റു D1 B1 VF1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൈ D2 B2 VF2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൽ കൂടിയുള്ള ഡിസ്ചാർജ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഹെഡുകളുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സക്ഷൻ ഹെഡ് ആണ്. എന്താണ് സക്ഷൻ ഹെഡ് എന്ന് നമുക്ക് നോക്കണം. അതായത് ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് അബോവ് ദ വാട്ടർ സർഫസ് ഓഫ് ദ ടാങ്ക് ഓർ പമ്പ് ഫ്രം വിച്ച് വാട്ടർ ഇസ് ലിഫ്റ്റഡ്. As shown in figure, the height is called suction lift and it is denoted by small letter hs. അതായത് നമ്മൾ ആദ്യം പഠിച്ച പമ്പിന്റെ പാർട്സ് ഓഫ് ദ പമ്പ് എന്ന ചിത്രം നമുക്ക് ഇവിടെ വിശകലനം ചെയ്യാം. ഓക്കെ, ഇതില് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. സക്ഷൻ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കിണറിൽ, അതായത് ഏതിൽ നിന്നാണോ നമുക്ക് വെള്ളം വലിച്ചെടുക്കേണ്ടത്, അതായത് കിണറാണോ കുളമാണോ അത് ഈ അടിയിൽ ഭാഗത്തുള്ള ടാങ്ക് ആണോ, എവിടുന്നാണോ നമുക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള ആ ഭാഗത്തെ വെള്ളത്തിന്റെ സർഫസിൽ നിന്നും പമ്പിന്റെ ഈ ഐ എന്ന് പറയുന്ന ഭാഗം, ഈ സെൻട്രൽ ആക്സിസ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റിന് വിളിക്കുന്ന പേരാണ് സക്ഷൻ ഹെഡ്. ഇതിനെ നമ്മൾ സ്മോൾ ലെറ്റർ HS എന്ന് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അടുത്തത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കേണ്ട ഒന്നാണ് ഡെലിവറി ഹെഡ്. ഡെലിവറി ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണോ പമ്പ് ഉപയോഗിച്ച് വെള്ളം എത്തിക്കേണ്ടത്, കൂടുതൽ നമ്മുടെ വീടിന്റെ മുകൾ ഭാഗത്തുള്ള ടാങ്കിലോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ആ ടാങ്കിലെ ജലനിരപ്പും അതുപോലെ പമ്പിന്റെ സെൻട്രൽ ആക്സിസും തമ്മിലുള്ള ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഡെലിവറി ഹെഡ്. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ HD എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഒരു ഹെഡാണ് സ്റ്റാറ്റിക് ഹെഡ്. എന്താണ് സ്റ്റാറ്റിക് ഹെഡ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ സം ഓഫ് സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് ഹെഡ്. ദിസ് ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ H. അതായത് നമ്മുടെ ഡെലിവറി ഹെഡിന്റെയും സക്ഷൻ ഹെഡിന്റെയും ആകെത്തുകയെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഹെഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ അറിയാം, ഇതിലെ HD എന്നത് ഡെലിവറി ഹെഡും HS എന്നതും സക്ഷൻ ഹെഡും ആണ്. ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ അല്ലെങ്കിൽ സമ്മാണ് ക്യാപിറ്റൽ ലെറ്റർ H അല്ലെങ്കിൽ HS സ്റ്റാറ്റിക് ഹെഡ് എന്നുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഹെഡ് എന്ന് പറയുന്നത് മാനോമെട്രിക് ഹെഡ് ആണ്. മാനോമെട്രിക് ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. അതായത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന് ആകെ മൊത്തം എത്ര ഹെഡ് വർക്ക് ചെയ്യണം അതിന് വിളിക്കുന്ന പേരാണ് മാനോമെട്രിക് ഹെഡ്. അപ്പൊ അതിൽ സ്റ്റാറ്റിക് ഹെഡ് വരും, ഫ്രിക്ഷൻ ഹെഡ് വരും, വെലോസിറ്റി ഹെഡ് വരും, തുടങ്ങിയ എല്ലാവിധ ഹെഡുകളും വരും. അപ്പൊ എന്താണ് മാനോമെട്രിക് ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനോമെട്രിക് ഹെഡ് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ വെള്ളം ഡെലിവറി ചെയ്യാനുള്ള ആകെ ഉള്ള മൊത്തമുള്ള ഹെഡുകളുടെ സമ്മിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിലെ
ഏതൊക്കെ ഹെഡ് വരും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ HS പ്ലസ് HD വരും. അതായത് സ്റ്റാറ്റിക് ഹെഡ് വരും. അതായത് സ്റ്റാറ്റിക് ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു സക്ഷൻ ഹെഡിന്റെ ഡെലിവറി ഹെഡിന്റെ സമ്മ്. ഓക്കെ. പിന്നെ നമ്മൾ വരും ഫ്രിക്ഷണൽ ഹെഡ്. ഫ്രിക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ ഈ പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ, അതായത് സക്ഷൻ പൈപ്പിൽ കൂടിയും ഡെലിവറി പൈപ്പിൽ കൂടിയും വെള്ളം ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഹെഡുകളുടെ സമ്മ്. അപ്പോൾ ഇവിടെ HFS എന്ന് കൊടുത്തിട്ടുണ്ട്. HFS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഹെഡ് ലോസ് ഇൻ സക്ഷൻ പൈപ്പാണ്. സക്ഷൻ പൈപ്പിലെ ഫ്രിക്ഷൻ ഹെഡ് ലോസ്. അപ്പോൾ HFD എന്ന് പറഞ്ഞത് ഫ്രിക്ഷൻ ഹെഡ് ലോസ് ഇൻ ഡെലിവറി പൈപ്പ്. അപ്പൊ രണ്ട് പൈപ്പിലെ ഫ്രിക്ഷണൽ ഹെഡ് ലോസുകളുടെ സമ്മിനും അതുപോലെ തന്നെ VD സ്ക്വയർ ബൈ 2G എന്ന് പറഞ്ഞ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്താണ് VD? VD എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ഡെലിവറി പൈപ്പാണ്. അതായത് ഡെലിവറി പൈപ്പിൽ കൂടിയുള്ള വെലോസിറ്റി ഹെഡിന്റെയും സമ്മായിരിക്കും എന്ത്? ഒരു മാനോമെട്രിക് ഹെഡ്. അപ്പൊ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഒരു പമ്പിനെ മൊത്തം, അതായത് വെള്ളം ഡെലിവറി ചെയ്യാനുള്ള മൊത്തം ഹെഡുകളെ സമ്മിനെ വിളിക്കുന്ന പേരാണ് മാനോമെട്രിക് ഹെഡ്. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും 3 ഹെഡുകളുടെ സമ്മാണ്. ഒന്ന് സ്റ്റാറ്റിക് ഹെഡ്, പിന്നെ ഒന്ന് ഫ്രിക്ഷണൽ ഹെഡ്, പിന്നെ ഒന്ന് വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ്. ഈ 3 ഹെഡുകളുടെ സമ്മാണ് ഒരു മാനോമെട്രിക് ഹെഡ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് HM എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ പമ്പ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ആണ്. അതായത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് എത്ര പവർ നമുക്ക് ഉപയോഗിക്കണം. അപ്പൊ അതിനുള്ള ഇക്വേഷൻ P is equal to പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് P is equal to WQHM ഡിവൈഡഡ് ബൈ ηO എന്നാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ എന്താണ് P? P എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്, അല്ലെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു പേര് വിളിക്കും ഷാഫ്റ്റ് പവർ. ചില ചോദ്യങ്ങളിൽ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് എന്നായിരിക്കില്ല, ഷാഫ്റ്റ് പവർ എന്നായിരിക്കും ചോദ്യത്തിൽ ചോദിക്കുക. സ്മോൾ ടു W എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. അത് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡിനെയാണ് സൂചിപ്പിക്കുന്നത്. Q എന്ന് പറയുന്നത് ഡിസ്ചാർജിനെയാണ് സൂചിപ്പിക്കുന്നത്. Q ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. കണ്ടുപിടിക്കുമ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ D1ഉം B1ഉം BF1ഉം ചോദ്യത്തിൽ ഓൾറെഡി നമുക്ക് തരും. അല്ലെങ്കിൽ Q ഡയറക്റ്റ് നമുക്ക് ചോദ്യത്തിൽ ഇത്ര ലിറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് തരും. അടുത്ത മൂന്നാമതായിട്ട് HM ആണ്. HM എന്ന് പറഞ്ഞത് മാനോമെട്രിക് ഹെഡ്. അതായത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ വെള്ളം എത്തിക്കാനുള്ള ഏറ്റവും ടോട്ടൽ ഹെഡിനെ വിളിക്കുന്ന പേരാണ് മാനോമെട്രിക് ഹെഡ്. അപ്പൊ അതെന്ന് പറയുന്നത് 3 ഹെഡുകൾ സമ്മാണ്. വെലോസിറ്റി ഹെഡ്, ഫ്രിക്ഷണൽ ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്. ഈ 3 ഹെഡുകളുടെ സമ്മായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പൊ ഇത്രയും ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് P is equal to WQHM ഡിവൈഡഡ് ബൈ ηO. ഇതിൽ ηO എന്ന് പറയുന്നത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഓവറോൾ എഫിഷ്യൻസി ആണ്. ηO എന്ന് പറഞ്ഞ ശ്രദ്ധിക്കുക, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഓവറോൾ എഫിഷ്യൻസി ആണ്. എന്താണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഓവറോൾ എഫിഷ്യൻസി? ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും തമ്മിലുള്ള റേഷ്യോ ആണ് ഓവറോൾ എഫിഷ്യൻസി. എന്താണ് ഒരു സെൻട്രൽ പമ്പിന്റെ ഔട്ട്പുട്ട് പവർ, അതായത് പമ്പിൽ നിന്നും എത്ര ഔട്ട്പുട്ട് പവർ ലഭിക്കുന്നു അതേ ഹരിക്കണം ആ പമ്പിലേക്ക് നമ്മൾ എത്ര ഇൻപുട്ട് പവർ കൊടുക്കുന്നു. ഇതിന്റെ റേഷ്യോ വിളിക്കുന്ന പേരാണ് ഓവറോൾ എഫിഷ്യൻസി. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു P is equal to WQHM ഡിവൈഡഡ് ബൈ ηO ആണെങ്കിൽ അപ്പൊ ηO ഈക്വൽ ടു എന്ത് വരും? ഒന്നുമില്ല, ഈ ηOയും Pയും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും WQHM ഡിവൈഡഡ് ബൈ P എന്ന് കിട്ടും. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് WQHM ഡിവൈഡഡ് ബൈ P. HM എന്ന് തന്നെയാണ് HM മാനോമീറ്റർ എന്നും ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷനും സാധാരണ ഉപയോഗിക്കാറുണ്ട്. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ηO ഈക്വൽ ടു ηമാനോ ഇൻറ്റു ηR ഇൻറ്റു ηM. എന്താണ് ηMR എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ηമാനോ എന്ന് ഉദ്ദേശിക്കുന്നത് മാനോമെട്രിക് എഫിഷ്യൻസി ആണ്. ഇതെന്ന് പറഞ്ഞത് മാനോമെട്രിക് എഫിഷ്യൻസി. അതുപോലെ ηV എന്ന് ഉദ്ദേശിക്കുന്നത് വോളിമെട്രിക് എഫിഷ്യൻസി. അതുപോലെ തന്നെ ηM എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി. അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാനോമെട്രിക് എഫിഷ്യൻസിയുടെയും വോളിമെട്രിക് എഫിഷ്യൻസിയുടെയും മെക്കാനിക്കൽ എഫിഷ്യൻസിയുടെയും പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ
ഓവറോൾ എഫിഷ്യൻസിയുമായി രണ്ട് ഇക്വേഷൻ ആണ് വരുന്നത്. ഒന്ന് WHM ഡിവൈഡഡ് ബൈ പി, രണ്ടാമത്തത് ഈറ്റ മാനോ ഇൻറ്റു ഈറ്റ വി ഇൻറ്റു ഈറ്റ എം. ഇതിൽ ഈറ്റ എം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇവിടെ ഈറ്റ എം എന്ന് ഉദ്ദേശിക്കുന്നത് ഈറ്റ മാനോ ആണ്. അപ്പോൾ ഇതും ഈ നൊട്ടേഷനും അടിയിലുള്ള നൊട്ടേഷനും തമ്മിൽ തെറ്റിപ്പോകരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അടിയിൽ പ്രത്യേകം ഡിസ്ക്രിപ്ഷൻ സെപ്പറേറ്റ് എഴുതി കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം എങ്ങനെയാണ് തന്നിരിക്കുന്നത്? എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാവിംഗ് ഓവറോൾ എഫിഷ്യൻസി 62% ഈസ് റിക്വയർഡ് ടു ഹാൻഡിൽ ബ്രൈൻ. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 1.19 ആൻഡ് ഗ്യാസോലിൻ 0.7. The discharge of each these liquid is 50 liters against net pressure of 400 kPa. Show that same power required for the handling both above the liquids have different specific gravity. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് ലിക്വിഡ് തന്നിരിക്കുന്നു, ഒന്ന് ബ്രൈനും ഒന്ന് ഗ്യാസോലൈനും. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ രണ്ട് ലിക്വിഡും നമുക്ക് 50 ലിറ്റർ പെർ സെക്കൻഡ് ആണ് പമ്പിന്റെ ഡിസ്ചാർജ്. ഇതിന്റെ നെറ്റ് പ്രഷർ, അതായത് മാനോമെട്രിക് പ്രഷർ എന്ന് പറയുന്നത് 400 കിലോ പാസ്കൽ ആണെങ്കിൽ ഈ ചോദ്യം തെളിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് ലിക്വിഡിനും പമ്പ് ചെയ്യാൻ ഒരേ പവർ തന്നെയാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to WHM divided by eta O എന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൽ ഓരോ ടേം നമുക്ക് നോക്കാം. അതായത് രണ്ടിന്റെയും അപ്പൊ ഈ ഒരൊറ്റ ഇക്വേഷൻ രണ്ട് ലിക്വിഡിന് ഇട്ട് കൊടുക്കുക. അതായത് ബ്രൈൻ ഉപയോഗിച്ച് പമ്പിന്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക, ഗ്യാസോലിൻ വെച്ചിട്ട് പമ്പിന്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പൊ രണ്ട് ഇക്വേഷൻ സെയിം തന്നെ ടേംസിൽ ചെറിയ വ്യത്യാസം വരും. ഇതിൽ ആകെ ഒരു ടേം മാത്രമേ പ്രധാനമായിട്ട് വ്യത്യാസം വരുള്ളൂ. അത് W എന്ന് പറയുന്ന ഈ ടേം ആണ്. അപ്പൊ W എന്ന് വെച്ച് നമ്മൾ പഠിച്ചു സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ആണ്. അപ്പൊ W കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് റോ ഇൻറ്റു G, അതായത് ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി. അപ്പൊ റോ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി S തന്നു കഴിഞ്ഞാൽ അതിന് 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോ എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് ആ റോ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സ്പെസിഫിക് വെയിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ചോദ്യത്തില് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത്രയും ഭാഗം ഒറ്റയടിക്ക് W ആയിട്ടാണ് തന്നിരിക്കുന്നത്. അടുത്തത് പറഞ്ഞ Q ആണ് പറഞ്ഞത്. Q 50 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ 50 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് ആക്കുന്നതിന് ഭാഗമായിട്ട് 50 ഹരിക്കണം 1000 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നെറ്റ് പ്രഷർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നെറ്റ് പ്രഷർ ഉപയോഗിച്ച് HM പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. നമുക്ക് നെറ്റ് പ്രഷറിനെ HM-ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നെറ്റ് പ്രഷറിനെ HM-ലേക്ക് പ്രഷർ ഹെഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് H is equal to P by rho G, അതായത് പ്രഷർ ഹെഡ് is equal to P by rho G. അപ്പൊ പ്രഷർ തന്നിട്ടുണ്ട് 400 കിലോ പാസ്കൽ ആണ്. അപ്പൊ കിലോ എന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ 400 × 10⁻³ എന്ന് എഴുതി. ഡെൻസിറ്റി എന്നുള്ള വാല്യൂ നമ്മൾ അതേപോലെ 1.19 × 1000 9.81 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, G 9.81 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ഉത്തരം കിട്ടുന്നത് 32.2 കിലോ വാട്ട് ആണ് ഉത്തരം കിട്ടുന്നത്. ഇനി നമ്മൾ ബ്രൈൻ്റെ കേസിലും ഇപ്പൊ ബ്രൈൻ്റെ ഉത്തരമാണ് നമുക്ക് കിട്ടിയത് 32.2 കിലോ വാട്ട്. ഇനി നമ്മൾ പവർ റിക്വയർഡ് ഫോർ ഗ്യാസോലൈൻ ആണ്. സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ വെയിറ്റ് ഡെൻസിറ്റി ഇവിടെ 0.7 × 1000 9.81 വരും. അതുപോലെ തന്നെ നെറ്റ് പ്രഷർ 400 ആണ്, പക്ഷെ പ്രഷർ ഹെഡ് കണ്ടുപിടിക്കുമ്പോൾ റോ എന്ന ടേം മാറ്റം വരും. ഇവിടെ 0.7 × 1000 × G 9.81 വരും. അപ്പോൾ വീണ്ടും ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 32.2 കിലോ വാട്ട്. അപ്പോൾ രണ്ട് ലിക്വിഡിനും പവർ റിക്വയർഡ് എന്ന് പറയുന്നത് ഒരേ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈ പ്രോബ്ലത്തിന്റെ അവസാന നിഗമനം എഴുതി വെക്കാം. ദ സെയിം പവർ ഈസ് റിക്വയർഡ് ഫോർ ഹാൻഡിൽ ബോത്ത് ലിക്വിഡ്സ് ഹാവിംഗ് ഡിഫറെന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ ഡിഫറെന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള രണ്ട് ലിക്വിഡ് തന്നെങ്കിൽ പോലും അതിന് പവർ റിക്വയർഡ്, അതായത്
പമ്പ് ചെയ്യാൻ വേണ്ട പവർ എപ്പോഴും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അതിപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ ലിക്വിഡ് ആണെങ്കിലും ശരി, സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞ ലിക്വിഡ് ആണെങ്കിലും ശരി. അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇങ്ങനെയാണ്. എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഡെലിവേഴ്സ് 40 liters of water per second to height of 25 meter through a pipe 86 meter long and 95 millimeter diameter. If the overall efficiency of the pump is 80%, find the power required to drive the pump. Take coefficient of friction F is equal to 0.013. ഇത് ഒക്ടോബർ 2012 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പിന്റെ ഇക്വേഷൻ P is equal to WQHM divided by eta O ആണ്. അപ്പൊ ഇതിൽ W എന്ന് പറഞ്ഞ സ്പെസിഫിക് വെയിറ്റ് ആണ്. സ്പെസിഫിക് വെയിറ്റ് നമുക്ക് ചോദിച്ചു തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. പക്ഷെ നമുക്കറിയാം ഇത് വാട്ടർ ആയതുകൊണ്ട് ഇവിടുത്തെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് 1000 × 9.81 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഭാഗത്ത് 1000 × 9.81 തന്നിരിക്കുന്നത്. അടുത്ത Q ഡിസ്ചാർജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ചാർജ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. തന്നിട്ടുണ്ട്. കാരണം Q is equal to 40 liters per second ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 40 liters per second മീറ്റർ ക്യൂബ് സെക്കൻഡിലേക്ക് ആക്കാൻ 40 × 10⁻³ അല്ലെങ്കിൽ 40 divided by 1000 എന്ന് എഴുതണം. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത് HM ആണ്, അതായത് മാനോമെട്രിക് ഹെഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മാനോമെട്രിക് ഹെഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചോദ്യത്തിൽ ഒന്നെങ്കിൽ നെറ്റ് പ്രഷർ തരണം. അപ്പൊ അതിൽ നിന്ന് പ്രഷർ ഹെഡ് H is equal to P/ρg വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മാനോമെട്രിക് ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പൊ മാനോമെട്രിക് ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. HM is equal to that will be the sum of static head, frictional head and velocity head VD square by 2G. അപ്പൊ അതിൽ സ്റ്റാറ്റിക് ഹെഡ് നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സെൻട്രിഫ്യൂഗൽ പമ്പ് ഡെലിവേഴ്സ് 40 liters of water per second to a height of 25 meter. ഈ 2a height of 25 meter എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മീറ്ററിലേക്ക് മൊത്തം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 25 മീറ്റർ നമുക്ക് അവിടെ സ്റ്റാറ്റിക് ഹെഡ്, അതായത് ഇറ്റ് വിൽ ബി ദ സം ഓഫ് ഡെലിവറി ആൻഡ് സക്ഷൻ ഹെഡ്. പിന്നെ പറഞ്ഞിട്ടുള്ള ഫ്രിക്ഷൻ ഹെഡ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് 4FLV²/2GD. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉപയോഗിക്കാം FLQ²/3D⁵. ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഫ്രിക്ഷൻ ഹെഡ് ഒന്ന് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എഫ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ്, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന FLQ²/3D⁵ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ എഫിന്റെ വാല്യൂ ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.013. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പൈപ്പ് ആണ്, അത് ചോദ്യത്തിൽ നമുക്ക് 86 മീറ്ററും തന്നിട്ടുണ്ട്. Q എന്ന് പറഞ്ഞ ഡിസ്ചാർജ് ആണ്, അത് 40 × 10⁻³ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ഉള്ളത് ഡി ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട് 95 millimeter എന്ന് ചോദ്യം തന്നിട്ടുണ്ട്. അപ്പൊ 95 millimeter നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.095 എന്ന് നമുക്ക് കിട്ടും, (5). ഇനി അടുത്തത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് VD²/2G, അതായത് വെലോസിറ്റി ഹെഡ് ആണ്. അപ്പൊ VD നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. VD കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ് ഇവിടെ വർക്കിംഗ് കോളത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. VD is equal to Q/A എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതായത് Q എന്ന് പറയുന്നത് പൈപ്പിൽ കൂടിയുള്ള ഡിസ്ചാർജ്, A എന്ന് പറയുന്നത് പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഡയാമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, π/4 × ആ ഡയാമീറ്റർ × 10⁻³ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5.64 m/s. അപ്പൊ VD-യുടെ വാല്യൂ നമുക്ക് കിട്ടി 5.64 എന്ന് കിട്ടി. അപ്പോൾ VD സ്ക്വയറിലേക്ക് 5.64 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്നതിന് 2 × 9.81 ചെയ്യാം. അതായത് VD എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 5.64. അപ്പോൾ VD²/2G എന്ന് പറയുമ്പോൾ 5.64 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 9.81. അതാണ് VD²/2G, അതായത് വെലോസിറ്റി ഹെഡ്. അപ്പൊ വാല്യൂസ് ഒക്കെ അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും. VD²/2Gയുടെ ഉത്തരം 1.623 മറ്റും നമുക്ക് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് മാനോമീറ്റർ ഹെഡ് കിട്ടുന്നത് 103.68 മീറ്റർ ആണ്. ഓക്കെ, ഈ വാല്യൂ നമ്മുടെ HMലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് എന്നതിന്റെ വാല്യൂ കിട്ടും. അതായത് 50,860.43 വാട്ട്. എപ്പോഴും നമുക്ക് കിലോ വാട്ടിലാണ് ഉത്തരം കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ 50,860 എന്നുള്ളത് 50.86 കിലോ വാട്ട് എന്ന് നമുക്കിവിടെ ഉത്തരം ലഭിക്കും. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അടുത്തൊരു പ്രോബ്ലം നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. രണ്ട് ലിക്വിഡ് തന്നിരിക്കുന്നു. ലിക്വിഡിന്റെ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് രണ്ടും സെയിം ആണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പിന്റെ ഇക്വേഷൻ WQHM ഡിവൈഡഡ് ബൈ ഈറ്റോ എന്ന ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, W എന്ന് പറയുമ്പോൾ രണ്ട് ലിക്വിഡിന്റെയും ഇവിടെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഈ 1.2 × 1000 9.81 W ആയിട്ട് എടുക്കാം. Q ഡിസ്ചാർജ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 60 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 60 × 10⁻³ എന്ന് എഴുതാം. അടുത്ത് HM ആണ്. HM കണ്ടുപിടിക്കാനുള്ള സബ് കാൽക്കുലേഷൻ ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് P 500 kPa തന്നിട്ടുണ്ട്. നെറ്റ് പ്രഷർ തന്നിട്ടുണ്ട്. അപ്പൊ നെറ്റ് പ്രഷർ 500 kPa ആണെങ്കിൽ നമുക്കറിയാം HMC = P/ρg. അതായത് PC = 500 kPa ആണെങ്കിൽ HMC = P/ρg. ഓക്കെ, അപ്പൊ ആ വാല്യൂ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും ഇക്വേഷൻസ്, ഇത്രയും വാല്യൂസ് ഡയറക്റ്റ്, അതായത് ഈ ഒരു സെറ്റ് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? HMന് പകരം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 46,153.8 വാട്ട്. ഇത് തന്നെ നമ്മൾ ഇവിടെ സെയിം ഗ്യാസോലിൻ്റെ കേസിലും ചെയ്യാണ്. അപ്പോൾ HM എന്നുള്ള ഈ ഒരു സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുക്കുക. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ അതേപോലെ ഗ്യാസോലിൻ്റെ വാല്യൂ 0.7 സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അതിലേക്ക് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഉത്തരം കിട്ടും 46,153 തന്നെയാണ് ഇവിടെ ഉത്തരം കിട്ടുക. ഇവിടെ ഷോർട്ടായിട്ട് 46.15 കിലോ വാട്ട് എന്ന് കിട്ടും. അപ്പോൾ രണ്ടും പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് എന്ന് പറഞ്ഞാൽ 46.15 കിലോ വാട്ട് എന്നാണ് രണ്ടും ഉത്തരം കിട്ടുക. അപ്പം നമുക്ക് നിഗമനം എഴുതാം. ഹെൻസ് സെയിം പവർ ഈസ് റിക്വയർഡ് ഫോർ ഹാൻഡിങ് ബോത്ത് ഡിഫറെൻറ്റ് ലിക്വിഡ് എന്ന് ഉത്തരം എഴുതാം. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ ലിക്വിഡ് ആണെങ്കിലും ശരി, കുറഞ്ഞ ലിക്വിഡ് ആണെങ്കിലും ശരി, പമ്പിന് വെള്ളം, ആ ലിക്വിഡ് പമ്പ് ചെയ്യാൻ വേണ്ട പവർ എപ്പോഴും തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടുത്ത സെൻട്രൽ പമ്പിന്റെ മറ്റൊരു ചെറിയൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഈ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് WQHM ഡിവൈഡഡ് ബൈ ഈറ്റോ. അപ്പോൾ ഈ ചോദ്യത്തിലെ W തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. പക്ഷെ W പ്രത്യേകം തന്നിട്ടുണ്ടാവില്ല, കാരണം ലിക്വിഡ് ഓൾറെഡി വാട്ടർ ആണ്. അപ്പൊ നമുക്കറിയാം വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 × 9.81 ആണ്. രണ്ടാമത്തെ ഡിസ്ചാർജ് Q ആണ്. Q ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 0.03 m³/s ആണ്. അപ്പൊ ഇവിടെ Q എന്നതിന്റെ പകരം 0.03 എന്ന് കൊടുത്തു. അടുത്തത് HM കണ്ടുപിടിക്കണം. HM കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ചോദ്യം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതിൽ ആദ്യം നമുക്ക് അതിന്റെ സ്റ്റാറ്റിക് ഹെഡ്, അതായത് സ്റ്റാറ്റിക് ഹെഡ് ചോദ്യം തന്നിട്ടുണ്ട്. A central pump delivers 0.03 m³ of water to a height of 20 meter എന്നാ പറഞ്ഞിരിക്കുന്നത്. ടു എ ഹൈറ്റ് ഓഫ് 20 meter എന്ന് പറയുമ്പോൾ അതാണ് ഇവിടുത്തെ ഈ ചോദ്യത്തിലെ സ്റ്റാറ്റിക് ഹെഡ്. ഫ്രിക്ഷൻ ഹെഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ FLQ²/3d⁵ അല്ലെങ്കിൽ 4FLV²/2GD എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എഫിന് ഇവിടെ വാല്യൂ നമുക്ക് ചോദിച്ചു തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ടേക്കൺ 0.01 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ പൈപ്പ് L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പൈപ്പ് ആണ്. അത് 80 മീറ്റർ എന്ന് ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. Q² 0.03² അതേപോലെ തന്നെ എഴുതാം. ദെൻ 3 × 0. D എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് ദ പൈപ്പ് ആണ്. 100 മില്ലിമീറ്റർ പൈപ്പ് എന്ന് പറയുമ്പോൾ 0.1 മീറ്റർ എന്നാണ്. അപ്പോൾ 0.1 ⁵ എന്ന് കൊടുക്കുക. അടുത്തത് VD²/2G ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് VD²/2G. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് VD കണ്ടുപിടിക്കണം. അതായത് വെലോസിറ്റി ത്രൂ ദ ഡെലിവറി പൈപ്പ് ആണ് VD. അപ്പൊ VD = നമുക്കറിയാം
ക്യൂ ബൈ എ എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ്, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി പൈപ്പിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ നമുക്ക് എഴുതാം 0.03 ഡിവൈഡഡ് ബൈ പൈ ബൈ 4 ഇൻറ്റു 0.1 ഹോൾ സ്ക്വയർ. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3.82 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വി ഡി സ്ക്വയർ ബൈ 2G എന്ന് പറയുമ്പോൾ 3.82 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81. അതായത് 2G എന്നതിന് പകരം നമുക്ക് ഇവിടെ കൊടുക്കാം 2G എന്നതിന് പകരമാണ് 2 ഇൻറ്റു 9.81 ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 0.74 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഹെഡും ഫ്രിക്ഷണൽ ഹെഡും അപ്പോൾ തന്നെ നമ്മുടെ വെലോസിറ്റി ഹെഡും മൂന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് HMന്റെ വാല്യൂ 44.74 മീറ്റർ എന്ന ഉത്തരം കിട്ടും. അപ്പോൾ WQHMൽ ആ വാല്യൂ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഓവറോൾ എഫിഷ്യൻസി നോക്കണം. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി പ്രത്യേകം ശ്രദ്ധിക്കുക, 72% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 72% നമ്മൾ 72 എന്നല്ല എഴുതേണ്ടത്, 0.72 ആണ്. എന്താണ് ഈ 72% 0.72 എന്ന് എഴുതാൻ കാരണം ഏതെങ്കിലും ഒരു വാല്യൂ പെർസെൻറ്റേജിൽ തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 10/100 എന്നാണ്. അതുപോലെ 55% എന്ന് വെച്ച് കഴിഞ്ഞാൽ 55/100 എന്നാണ്. അപ്പൊ ഇതേപോലെ 72% എന്ന് പറയുമ്പോൾ 0.72 അങ്ങനെയായിരിക്കും നമ്മളിവിടെ എഴുതേണ്ടത്. വാല്യൂസ് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 18,285 വാട്ട്, അതായത് 18.28 കിലോ വാട്ട് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നേരത്തെ ചെയ്തതിലും നമുക്ക് നോക്കാം. 65% എന്നതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 0.65 എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള പ്രോബ്ലങ്ങളാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഓവറോൾ എഫിഷ്യൻസി ഈറ്റ ഇവിടെ നമുക്ക് ചോദ്യം 80%. അപ്പൊ 80%-നെ നമുക്കറിയാം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 0.8 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ആരും തെറ്റരുത്. 80%, 76%, 44% എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ ഹരിക്കണം 100 എന്നാണ് നമ്മൾ ഇക്വേഷനിൽ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്നിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ഈ 4 പ്രോബ്ലമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചില പ്രോബ്ലങ്ങൾ. അപ്പൊ ഇതേ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത്രയാണ് നമ്മുടെ ഈ മൊഡ്യൂളിലെ സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രോബ്ലംസ്. അടുത്ത് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് നോക്കി വയ്ക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ വർക്കിംഗ് ആണ്. അപ്പൊ എന്താണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്? റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. ആ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിലെ റെസിപ്രോക്കേറ്റിംഗ് കാറ്റഗറിയിൽ വരുന്ന പമ്പുകളിൽ ഒരു പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് കാറ്റഗറിയിൽ പ്രധാനമായിട്ടും റെസിപ്രോക്കേറ്റിംഗ് പ്ലഞ്ചർ പമ്പ് വരാറുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ പമ്പ് വരാറുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് ഡയഫ്രം പമ്പും വരാറുണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാൻ പോകുന്നത് റെസിപ്രോക്കേറ്റിംഗ് പ്ലഞ്ചർ പമ്പും പിസ്റ്റൺ പമ്പും. ഇത് രണ്ടും ഏറെക്കുറെ കോമൺ ആണ്. പ്ലഞ്ചർ പമ്പ് ആണെങ്കിൽ ഒരു പ്ലഞ്ചർ ആയിരിക്കും, പിസ്റ്റൺ പമ്പ് ആയിരിക്കും ഒരു പിസ്റ്റൺ ആയിരിക്കും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താണ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്? അതായത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് ഫ്ലൂയിഡ് സക്ക് ചെയ്യും, അത്തരം വോളിയം ഓഫ് ഫ്ലൂയിഡ് അത് ഡെലിവറി ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പമ്പ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഡെലിവറി വാൽവ്, ഡെലിവറി പൈപ്പ് പൊത്തിപ്പിടിക്കുകയാണെങ്കിൽ, ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ പമ്പ് വർക്ക് ചെയ്യില്ല, വെള്ളത്തിന്റെ ഫ്ലോയും ഉണ്ടാവില്ല. എന്നാൽ റോട്ടോഡൈനാമിക് പമ്പിൽ, നമ്മൾ മുമ്പ് പഠിച്ച സെൻട്രിഫ്യൂഗൽ പമ്പ് അടക്കം പെടുന്ന റോട്ടോഡൈനാമിക് പമ്പിൽ നമ്മൾ ഡെലിവറി പൈപ്പ് ഫുള്ള് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും പമ്പിന്റെ റോട്ടർ കിടന്ന്, അതായത് ഇമ്പലർ അല്ലെങ്കിൽ പ്രൊപ്പലർ ഒക്കെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ അത്തരത്തിലുള്ള പ്രവർത്തനം സാധ്യമല്ല. അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾക്ക് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്ത് സക്ഷൻ ചെയ്യാനും പ്രഷറൈസ് ചെയ്ത് ഫ്ലൂയിഡിനെ ഡെലിവറി ചെയ്യാനുള്ള കഴിവ് രണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിലെ റെസിപ്രോക്കേറ്റിംഗ് കാറ്റഗറിയിൽ റെസിപ്രോക്കേറ്റിംഗ് പ്ലഞ്ചർ പമ്പ് അല്ലെങ്കിൽ പിസ്റ്റൺ പമ്പിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ അതിന്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഒരു സിലിണ്ടർ ബാറൽ ഉണ്ടായിരിക്കും. ഈ കാണുന്ന ഒന്ന് അടയാളപ്പെടുത്തിയിരുന്ന ഈ ഭാഗമാണ് സിലിണ്ടർ ബാറൽ, അതായത് ഒരു കുഴല്. അതിനുള്ള ഒരു പ്ലഞ്ചർ നമ്മൾ വെച്ചിരിക്കും. ഇത് ചിലപ്പോൾ പ്ലഞ്ചർ ആയിരിക്കും, ചില പമ്പുകൾ പിസ്റ്റൺ ആയിരിക്കും. പ്ലഞ്ചർ ആണ് റെസിപ്രോക്കേറ്റിംഗ് പ്ലഞ്ചർ പമ്പ് എന്ന് പറയും, പിസ്റ്റൺ ആണ് റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ പമ്പ് എന്ന പേരിലും അറിയപ്പെടും. മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞ സക്ഷൻ പൈപ്പാണ്. അതായത് നമുക്ക് എവിടെ നിന്നാണോ വെള്ളം വലിച്ചെടുക്കേണ്ടത് ആ ഭാഗവും പമ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന പൈപ്പാണ് സക്ഷൻ പൈപ്പ്. നാലാമത്തെ ഡെലിവറി പൈപ്പ്. നമുക്ക് എവിടേക്കാണോ വെള്ളത്തിനെ ഡെലിവറി ചെയ്യേണ്ടത്
ആ ഭാഗവും ആ ടാങ്കും പമ്പും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഡെലിവറി പൈപ്പ്. ഇതിനിടയിൽ വരുന്ന രണ്ട് വാൽവാണ് സക്ഷൻ വാൽവും ഡെലിവറി വാൽവും. ഈ രണ്ട് വാൽവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് വൺ വേ വാൽവുകളായിരിക്കും. ഇതിൽ സക്ഷൻ വാൽവ് എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സക്ഷൻ പൈപ്പിൽ നിന്നും സിലിണ്ടറിലേക്കുള്ള ഫ്ലോ മാത്രമേ അനുവദിക്കുള്ളൂ. അതുപോലെ തന്നെ ഡെലിവറി വാൽവ് സിലിണ്ടറിൽ നിന്നും ഡെലിവറി പൈപ്പിലേക്കുള്ള ഫ്ലോ മാത്രമേ അനുവദിക്കുള്ളൂ. നേരെ തിരിച്ച്, അതായത് സക്ഷൻ വാൽവ് ഒരിക്കലും സിലിണ്ടറിൽ നിന്നും സക്ഷൻ പൈപ്പിലേക്കോ അതുപോലെ തന്നെ ഡെലിവറി വാൽവ് എപ്പോഴും ഡെലിവറി പൈപ്പിൽ നിന്നും സിലിണ്ടറിലേക്കോ ഫ്ലോ ഒരിക്കലും അനുവദിക്കുന്നതായിരിക്കില്ല. ഏഴാമതായിട്ട് ക്രാങ്ക് എന്ന് പറയുന്നത്. ക്രാങ്ക് എന്ന് പറയുന്നത് നമ്മൾ മോട്ടോർ അല്ലെങ്കിൽ ഐസി എഞ്ചിൻ ഏതെങ്കിലും പ്രൈം മൂവർ ആയിട്ട് അതിൻ്റെ ഫ്ലൈ വീലായിട്ട് കണക്ട് ചെയ്യുന്ന ആ ലിങ്കാണ് ക്രാങ്ക് എന്ന് പറയുന്നത്. അടുത്ത എട്ടാമത്തത് ഈ ക്രാങ്കും അതുപോലെ തന്നെ പ്ലഞ്ചർ അല്ലെങ്കിൽ പിസ്റ്റനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കാണ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, അപ്പൊ ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ പാർട്സുകൾ. വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലഞ്ചർ ലെഫ്റ്റ് സൈഡിലായിരിക്കും, ഏകദേശം ഈ ഭാഗത്തായിരിക്കും എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പ്ലഞ്ചർ മൂവ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ക്രാങ്ക് റൊട്ടേഷൻ അനുസരിച്ച് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ആ വാക്യൂം ക്രിയേറ്റിന്റെ ഭാഗമായിട്ട് ഈ സക്ഷൻ പൈപ്പിലൂടെ മുകളിലോട്ട് വെള്ളം കയറി വരും. മുകളിലോട്ട് കയറി വരുന്ന വെള്ളം ഈ സക്ഷൻ വാൽവൂടെ എവിടേക്ക് എത്തും? സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് എത്തും. ഇപ്പോൾ നമ്മുടെ ഈ ക്രാങ്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളൂ. അടുത്ത 180 ഡിഗ്രി റൊട്ടേഷനിൽ, അതായത് ODC ടു IDC റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പ്ലഞ്ചർ ഈ പറഞ്ഞ പോലെ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യും. ഈ പ്ലഞ്ചർ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യും. റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള വെള്ളം അതിനൊരിക്കലും സക്ഷൻ വാൽവിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സക്ഷൻ പൈപ്പിലൂടെ പോകാൻ പറ്റില്ല. ആ സമയത്ത് ഓട്ടോമാറ്റിക് ഡെലിവറി പൈപ്പ് അത് എന്ത് ചെയ്യും, ഡെലിവറി വാൽവ് ഓപ്പൺ ആകുമ്പോൾ ആ ഇവിടെയുള്ള വെള്ളം പിസ്റ്റൺ തള്ളുന്ന പ്രഷർ കൊണ്ട് ഈ ഭാഗത്തുള്ള സിലിണ്ടറിലുള്ള വെള്ളം പ്ലഞ്ചറിന്റെ പുഷിംഗ് കൊണ്ടുള്ള പ്രഷർ കൊണ്ട് ഈ പറയുന്ന ഡെലിവറി വാൽവിലൂടെ ഡെലിവറി പൈപ്പിലൂടെ ടാങ്കിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. അതായത് ഒരു സക്ഷനും ഒരു ഡെലിവറി. സക്ഷനിൽ എന്ത് സംഭവിക്കും, ആദ്യത്തെ 180 ഡിഗ്രി, അതായത് IDC ടു ODC ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലഞ്ചർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സിലിണ്ടറിലുള്ള ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അതിലേക്ക് നമ്മുടെ സക്ഷൻ പൈപ്പിലൂടെ വെള്ളം സക്ഷൻ വാൽവിലൂടെ വന്ന് സിലിണ്ടറിൽ നിറയുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ, അതായത് അടുത്ത 180 ഡിഗ്രി, അതായത് ODC ടു IDCയിൽ ക്രാങ്ക് 180 ഡിഗ്രി തിരിയുമ്പോൾ നമ്മുടെ പ്ലഞ്ചർ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിയും. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ പ്ലഞ്ചറിന്റെ പുഷിങ് കൊണ്ട് ഇവിടെ നിറഞ്ഞിരുന്ന വെള്ളം പ്രഷറൈസ് ചെയ്ത് ഡെലിവറി വാൽവിലൂടെ ഡെലിവറി പൈപ്പ് വഴി ടാങ്കിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഒരു സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ വർക്കിംഗ്. അപ്പൊ എന്തായിരിക്കും ഒരു ഡുവൽ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ വർക്കിംഗ് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പമ്പുകൾ വിളിക്കുന്ന പേരാണ് സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അപ്പൊ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഇത് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പിസ്റ്റന്റെ ഒരു സൈഡിൽ കൂടെ മാത്രമേ വെള്ളം ഫ്ലോ ചെയ്യപ്പെടുന്നുള്ളൂ. എന്നാൽ ഡബിൾ ആക്ടിങ്ങിൽ പിസ്റ്റന്റെ രണ്ട് സൈഡിൽ കൂടിയും വെള്ളത്തിന്റെ ഫ്ലോ നടക്കുന്നുണ്ട്. അതാണ് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ പ്രത്യേകത. അറ്റ് എ ടൈം ഡബിൾ ആക്ഷനും നടക്കുന്നുണ്ട്, രണ്ട് സൈഡിലും ആക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പമ്പിലെ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് വിളിക്കും. ഇതിന്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഈ പിസ്റ്റൺ ഈ പറഞ്ഞ പോലെ പമ്പില് മറ്റേതില് സിംഗിൾ ആക്ടിങ്ങിൽ നമുക്ക് ഒരൊറ്റ സക്ഷൻ വാൽവും ഒരു ഡെലിവറി വാൽവും ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു പിസ്റ്റന്റെ രണ്ട് ഡെലിവറി വാൽവും രണ്ട് സക്ഷൻ വാൽവും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് സക്ഷൻ വാൽവ് 1, ഇത് സക്ഷൻ വാൽവ് 2,
ഇത് ഡെലിവറി വാൽവ് 2, ഇത് ഡെലിവറി വാൽവ് 1. ഇവിടെ ഒരു ഡെലിവറി വാൽവ് ഉണ്ട്, അത് ചിത്രത്തിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ വർക്കിംഗ് നമുക്ക് നോക്കാം. ആദ്യത്തെ മൂവ്മെന്റ്, അതായത് പിസ്റ്റൺ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റന്റെ ഈ ലെഫ്റ്റ് സൈഡിലെ വാക്വം നിറയും, ഇതിലൂടെ വെള്ളം കയറുകയും ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് പിസ്റ്റൺ പിന്നീട് റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റന്റെ ഈ പിൻഭാഗത്ത് വാക്വം നിറയുകയും ഈ S2ലൂടെ വെള്ളം കയറുകയും അതുപോലെ തന്നെ മുമ്പ് കയറിയ പിസ്റ്റന്റെ ലെഫ്റ്റ് സൈഡിലെ വെള്ളം D1 ഡെലിവറി വാൽവ് 1ലൂടെ ഡെലിവറി പൈപ്പിലൂടെ ടാങ്കിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അടുത്ത മൂവ്മെന്റിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അടുത്ത മൂവ്മെന്റ് വീണ്ടും എന്ത് ചെയ്യും, പിസ്റ്റൺ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റന്റെ ഈ റൈറ്റ് സൈഡിലുള്ള വെള്ളം ഡെലിവറി വാൽവ് 2ലൂടെ പുറത്തേക്ക് പോകും. അപ്പം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, സക്ഷൻ വാൽവ് 1ലൂടെ അടുത്ത സെറ്റ് വെള്ളം ഇവിടെ കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അറ്റ് എ ടൈം തന്നെ സക്ഷനും നടക്കുന്നുണ്ട്, ഡെലിവറി നടക്കുന്നുണ്ട്. എന്നാൽ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ അറ്റ് എ ടൈം ഒന്നെങ്കിൽ സക്ഷൻ നടക്കും അല്ലെങ്കിൽ ഡെലിവറി നടക്കും. എന്നാൽ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ അറ്റ് എ ടൈം സക്ഷനും നടക്കും, ഡെലിവറി നടക്കും. അപ്പൊ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ വർക്കിംഗ്. അതായത് പിസ്റ്റന്റെ രണ്ട് സൈഡിലും ഇവിടെ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു പിസ്റ്റന്റെ ഒരു സൈഡിൽ സക്ഷൻ നടക്കുമ്പോൾ മറ്റേ സൈഡിൽ ഡെലിവറി നടക്കും, മറ്റേ സൈഡിൽ സക്ഷൻ നടക്കുമ്പോൾ ഈ സൈഡിൽ ഡെലിവറി നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ പമ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. പാർട്സുകളൊക്കെ സിമിലർ ആയിരിക്കും, വ്യത്യാസം ഒന്ന് മാത്രമുള്ളൂ, വാൽവുകളുടെ എണ്ണം സിംഗിൾ ആക്ടിനെ അപേക്ഷിച്ച് ഇരട്ടി എണ്ണം ഉണ്ടായിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോകൾ താൽക്കാലമായിട്ട് നിർത്തിവെക്കുകയാണ്. ബാക്കി ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും വർക്കിംഗ് ഓപ്പറേഷനെ പറ്റിയിട്ടും പ്രോബ്ലംസിനെ പറ്റിയിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.